ഇന്ന് ശങ്കര ജയന്തിയാണ്. കേരളം ലോകത്തിന് നൽകിയ മഹാനായ ആദിശങ്കരൻ്റെ ജയന്തി. പക്ഷെ മലയാളിക്ക് ആദിശങ്കരൻ ആരാണ്? നമ്മൾ ഓർമ്മിക്കുന്നു പോലുമില്ലല്ലോ. ഓർമ്മിക്കുന്നില്ല എന്നുള്ളത് മനഃപൂർവ്വം വരുത്തിയ കുറേ വീഴ്ചകളുടെ ഒരു ഭാഗമാണ്. ശങ്കരൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്കൊരു മനസ്സ് വേണം. അത് മെല്ലെ നഷ്ടപ്പെട്ടു. അതൊരു ആധ്യാത്മിക മനസ്സാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു. ശങ്കരൻ ഈ വേദാന്തം, അദ്വൈതം അതൊക്കെ നിൽക്കട്ടെ. ശങ്കരൻ തന്ന വലിയ സംഭാവന ഭാരതത്തിൻ്റെ 4 കോണിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ പൂജിക്കാനുള്ള പൂജാരിമാരെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ക്രോസായിട്ട് അവർ വേണം ചെയ്യാൻ എന്നും തീരുമാനിച്ചു. ഭാരതത്തിൻ്റെ ഐക്യം ശങ്കരൻ്റെ ഒരു പ്രധാന അജണ്ടയായിരുന്നു. അദ്വൈതത്തിൽ ഭാരതവുമില്ല, ഭൂമി തന്നെയില്ല, പ്രപഞ്ചം തന്നെയില്ല, പിന്നെ എന്ത് നോക്കാനാണ് ഭാരതം. പക്ഷേ ആ സിദ്ധാന്തം അറിയാമായിരുന്നിട്ടും അത് പലരെയും മനസ്സിലാക്കി കൊടുത്തും വാദിച്ചും സമർത്ഥിച്ചും സർവജ്ഞപീഠം കയറിയപ്പോഴും ഈ ഭാരതം ഭാരതമായിട്ട് നിലനിൽക്കണം എന്ന് അസന്നിഗ്ധമായിട്ട് തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സന്യാസി ഉണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ശങ്കരനാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം ആദിശങ്കരനാണ്. സന്യാസിമാരുടെ കൂട്ടത്തിൽ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഭാരതത്തിൻ്റെ 4 മൂലയ്ക്ക് 4 മഠങ്ങൾ സ്ഥാപിക്കുക, അവിടെ പൂജിക്കേണ്ടവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഭാരതത്തിൻ്റെ മൊത്തം ഐക്യമാണ്. കേരളത്തിൽ നിന്നൊരാൾ വേണം ബദ്രീനാഥിൽ പൂജിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ചിട്ടകളുണ്ടാക്കിയല്ല, അൺബ്രേക്കബിൾ റൂൾസ് ഉണ്ടാക്കിയിട്ട് ഭാരതത്തെ ആധ്യാത്മിക തലത്തിൽ ഐക്യപ്പെടുത്തി. ആധ്യാത്മിക തലത്തിലെ ഐക്യമാണ് ഭൗതിക തലത്തിലെ ഐക്യമായിട്ട് പിന്നീട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് അസ്ഥിവാരമിട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ശങ്കരനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് പൊതുവേ ആളുകൾ അവഗണിക്കുന്ന ഒരു പോയിൻ്റായിട്ട് ഞാൻ ഈ ഡയമെൻഷൻ മനസ്സിലാക്കുന്നത് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിൻ്റെ 1 മണിക്കൂർ നീണ്ട പ്രഭാഷണം ആദിശങ്കരനെ പറ്റി ഒരക്ഷരം അദ്വൈതത്തെപ്പറ്റി പറയുന്നില്ല, ഭാരതത്തെപ്പറ്റി മാത്രം. ഭാരതത്തിന് ശങ്കരൻ ഈ മഠങ്ങളിലൂടെ കൊടുത്ത സന്ദേശം ഇതിനെപ്പറ്റിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിൻ്റെ പ്രഭാഷണം. അത് കേട്ടപ്പോഴാണ് ഞാൻ ആ ഒരു നാഷണൽ ഡയമെൻഷൻ ഓഫ് ശങ്കര ഈ രീതിയിൽ ഞാൻ ആലോചിക്കുന്നത് തന്നെ. വാസ്തവത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് വഴികാട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സന്യാസിമാരാണ്. ഹിമാലയത്തിൽ ചൈനയെ എതിർക്കാൻ ഹിമാലയത്തിൽ വഴിയറിയണ്ടേ? ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന 5000 കോടി വർഷം മുമ്പ് ഹിമാലയം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ചെറിയൊരു മതിൽ പോലെയോ അല്ലെങ്കിൽ കുന്നുപോലെയോ ഒക്കെ ഹിമാലയം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭീമാകാരമായ 10-30,000 അടി പൊക്കമുള്ള ഹിമാലയം ഉണ്ടാകുന്നത് 5000 കോടി വർഷം മുമ്പാണ്. അതായത് ആഫ്രിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ ഇതൊക്കെ ചേർന്ന് ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. അതിൽ നിന്ന് ഓസ്ട്രേലിയ വേർപിരിയുന്നു, ഭാരതം വേർപിരിയുന്നു, ഡ്രിഫ്റ്റ് ചെയ്യുന്നു കടലിലൂടെ, എന്നിട്ട് യുറേഷ്യ പ്ലേറ്റുമായിട്ട് വന്ന് ഇടിക്കുന്നു. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നൊക്കെ പറയുന്നത്. ആ ഇടിച്ച് കുത്തി പൊങ്ങിയതാണ് ഹിമാലയം 5000 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ആ ഹിമാലയത്തിൽ നിങ്ങൾക്ക് വഴിയറിയാൻ വെറുതെ മരിച്ചു പോകും മഞ്ഞിൽ. യു വിൽ ലൂസ് ഓൾ സെൻസ് ഓഫ് ഡയറക്ഷൻസ്. തെക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ തിരിച്ചറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. ആ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ പോലും സന്യാസിമാർ അവിടെ തപസ് ചെയ്തിരുന്നു, അവർ നടന്നിരുന്നു, അവർക്ക് വഴികളറിയാമായിരുന്നു. ഏത് മല, ഏത് കൊടിമുടി, ഏത് പർവ്വതം, എപ്പോൾ എവിടെ മഞ്ഞ് വീഴ്ചയുണ്ടാവും, ഇതെല്ലാം പരമ്പരാഗതമായിട്ട് മനസ്സിലാക്കിയ സന്യാസിമാരാണ് ഇന്ത്യൻ പട്ടാളത്തിന് ആദ്യം അവിടെ വഴി കാണിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഇവർ വരാൻ സാധ്യതയുണ്ട്, ഇതിലെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ട്, ഇതിലെ നിങ്ങൾക്ക് പ്രത്യാക്രമണം നടത്താനുള്ള വഴിയുണ്ട്.
ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് സന്യാസിമാരാണ്. ബേസിക് ഇൻഫർമേഷൻ. അതിനുശേഷം പിന്നെ കോമ്പസ് അത് ഇത് വന്നു. ഇപ്പോൾ പിന്നെ സാറ്റലൈറ്റായി അതായി. ഇപ്പോൾ സന്യാസിമാരുടെ സഹായം വേണ്ട. ഒരു പക്ഷേ സന്യാസിമാർക്ക് സഹായം കൊടുക്കാനുള്ള പ്രാപ്തി പട്ടാളം നേടിയെടുത്തു. ബട്ട് ദ ബേസിക് വാസ് ഡൺ ബൈ ഓൾ ദീസ് സന്യാസിസ് ബിലോങ്ങിങ് ടു ആദിശങ്കര, ആ ഗ്രൂപ്പിൽപ്പെട്ട. അല്ല, ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, ഇപ്പം നമ്മുടെ ബദ്രിയിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള റാവൽ ആണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ അദ്ദേഹം അവിടെ എങ്ങനെ ബദ്രിയിൽ എങ്ങനെ എത്തി. ടി.ജി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ എല്ലായിടത്തും ശങ്കരാചാര്യരുടെ ചിട്ടയാണത്. അതെനിക്കറിയില്ല. കിഴക്കുള്ള ആൾ വേണം പടിഞ്ഞാറ് പൂജ ചെയ്യാൻ, തെക്കുള്ള ആൾ വേണം വടക്ക് പൂജ ചെയ്യാൻ, വടക്കുള്ള ആൾ വേണം തെക്ക് പൂജ ചെയ്യാൻ. അതൊരു പുതിയ അറിവാണ് എനിക്ക്. ഞാനിങ്ങനെ ഈ റാവലായി ആലോചിച്ചിട്ടുണ്ട്. ഈ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും അടിത്തറയിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ശങ്കരനും ശങ്കര പരമ്പരയിൽപ്പെട്ട കുറേ സന്യാസിമാരും ചേർന്നിട്ടാണ്. ആദ്യകാലത്ത് എണ്ണത്തിൽ അവർ കുറവായിരുന്നു, പക്ഷേ പ്രഭാവത്തിൽ വളരെ വലുതായിരുന്നു. എനിക്ക് ഖേദം തോന്നിയൊരു കാര്യം, ശങ്കരന് ശേഷം അടുത്ത ശങ്കരനായിട്ട് വരേണ്ടിയിരുന്നത് നാരായണ ഗുരുവായിരുന്നു. നാരായണ ഗുരു പക്ഷേ എന്തുകൊണ്ടോ കേരളം കർമ്മക്ഷേത്രമായിട്ട് തീരുമാനിച്ചു. സിലോൺ, തമിഴ്നാട്, കർണാടകത്തിൽ കുറച്ച് പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നാരായണ ഗുരു സഞ്ചരിച്ചില്ല. സഞ്ചരിച്ചിരുന്നെങ്കിൽ ഒരു രണ്ടാം ശങ്കരൻ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമായിരുന്നു. അത്രയ്ക്കായിരുന്നു നാരായണ ഗുരുവിൻ്റെ സാമർഥ്യം. അസാമാന്യമായ ഈ ശങ്കരൻ്റെ വേദാന്തം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് പ്രയാസമാണ്. ഇത് വളരെ ലളിതമാക്കിയിട്ട് സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കൊണ്ടുവന്നത് നാരായണ ഗുരുവാണ്. ഒരു കണ്ണാടി കൊണ്ടും പറഞ്ഞു തന്നു. അത് ഒരു ശരിയായ സംഗതിയല്ല കേട്ടോ. പരക്കെയുള്ളൊരു അന്ധവിശ്വാസമാണ്. ഗുരു കളവംകുടത്ത് വരുന്നു. കളവംകുടത്ത് ഏത് പ്രതിഷ്ഠ വേണമെന്ന് അവിടെ തർക്കം നടക്കുന്നു രണ്ട് ഗ്രൂപ്പും തമ്മിൽ. ആദ്യം ഗുരു നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ പേര് ദൂരെ നിൽക്കുന്നു. ഇതെന്താണ് കുറച്ച് പേര് ദൂരെ നിൽക്കുന്നത്? അവർ പുലയരാണ്, അവർക്ക് പ്രവേശനമില്ല. പുലയർക്ക് പ്രവേശനമില്ലാത്ത അമ്പലം, എന്നിട്ട് ഞാൻ പ്രതിഷ്ഠിക്കാനും ആദ്യം അവരെ കൊണ്ടുവരാൻ വിളിച്ചു വരാൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് മതി. പിന്നെ ഈ പ്രതിഷ്ഠയെ ചൊല്ലി തർക്കമായി കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒന്നും പ്രതിഷ്ഠിക്കണ്ട, ഒരു കണ്ണാടി എടുത്തുകൊണ്ട് പോവാം എന്ന് പറഞ്ഞു. അതിലെ രസം കളഞ്ഞിട്ട് ഓം എന്നെഴുതി പ്രതിഷ്ഠിച്ചിട്ട് ഗുരു പോയി. പക്ഷേ ഇപ്പോൾ കളവം കൊടുത്ത് ഒരു ദേവിയും കൂടെ ഉണ്ട് കണ്ണാടിയുടെ കൂടെ. പുല്ലലയിലും ഉണ്ട്, ഓങ്കാരേശ്വരത്തും കണ്ണാടിയാണ്. അവിടെ വേറെ ക്ഷേത്രമുണ്ട് അവിടെ. വേറെ ക്ഷേത്രം. ഇതങ്ങനെയല്ല. ഈ ഗർഭഗൃഹത്തിൽ തന്നെ ശ്രീകോവിലിൽ തന്നെ ഒരു ദേവി പ്രതിഷ്ഠയുണ്ട് ഗുരുവിന് ശേഷം. അപ്പം അത് ഈ ഗുരു അദ്വൈതം ജനങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത കണ്ണാടി പ്രതിഷ്ഠയല്ല അത്. ആദ്യം കണ്ണാടിയേ ഉണ്ടായിരുന്നുള്ളൂ, ശരിയാണ്. കണ്ണാടി പ്രതിഷ്ഠ പക്ഷേ ചെയ്തത് അദ്വൈതം മനസ്സിൽ കണ്ടുകൊണ്ടൊന്നുമല്ല, ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രണ്ടുപേരുള്ള വഴക്ക് വേണ്ട, കണ്ണാടിയാണെങ്കിലും പ്രതിഷ്ഠിക്കാം. പിന്നെ അതിന് കൊടുത്ത വ്യാഖ്യാനമാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്നു, അത് തന്നെ നീ എന്നൊക്കെ പറയുന്നത്. അതത്ര ശരിയല്ല. കാരണം ഈ വിഗ്രഹാരാധനയിൽ അദ്വൈതമില്ല. വാസ്തവത്തിൽ ശബരിമലയിൽ തത്വമസി എന്നെഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം ദ്വൈത സിദ്ധാന്തത്തിൽ പ്രവർത്തിക്കുകയാണ്. ക്ഷേത്രങ്ങളെല്ലാം തന്നെ ദ്വൈത സിദ്ധാന്തത്തിലാണ്. ഞാൻ വേറെ, ഈശ്വരൻ വേറെ. അതുകൊണ്ടാണ് ഞാൻ പോയി അയ്യപ്പനെ തൊഴുന്നത്. ഞാൻ സ്വാമി എന്ന് സ്വയമൊക്കെ വിളിക്കുന്നു. ഇതൊന്നുമല്ല അദ്വൈതം. ഞാനും ഈശ്വരനും ഒന്നാണെന്ന് അറിഞ്ഞാലൊന്നും അദ്വൈതമാകില്ല. ബ്രഹ്മം എന്ന് പറയുന്നൊരു സങ്കല്പമാണ് അദ്വൈതത്തിൽ. ഈശ്വരനല്ല സങ്കല്പം, ബ്രഹ്മമാണ് സങ്കല്പം. പിന്നെ ബ്രഹ്മം ഈ ഈശ്വരനാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മത്തെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഹിന്ദുമതത്തിൽ ഈ കോൺട്രഡിക്ഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഇപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, അവിടെ എന്താ പ്രതിഷ്ഠ? പരബ്രഹ്മത്തെ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റുമോ? ഇല്ല. പരബ്രഹ്മം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ്. അതെന്നുണ്ടായി? ഉണ്ടായതല്ല, ഉള്ളതാണ്. ബ്രഹ്മം ഉള്ളതാണ്. ഉണ്ടായതാണെങ്കിൽ അത് ഇല്ലാതെയുമാകും. ഉണ്ടായതെന്തും ഇല്ലാതെയാകും. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച, ഭഗവത്ഗീതയിൽ. ജാതസ്യ ഹി ധ്രുവം, ജനിച്ചതാണോ അത് മരിക്കും, ഉണ്ടായതാണോ അത് ഇല്ലാതാവും. ബ്രഹ്മം ഉണ്ടായതല്ല, ഉള്ളതാണ്, എക്കാലത്തേക്കും ഉള്ളതാണ്. ബ്രഹ്മം എന്തെങ്കിലുമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ആ നിമിഷം അത് ബ്രഹ്മമല്ലാതെയാവും.
പക്ഷേ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം, പരബ്രഹ്മോദയൻ ക്ഷേത്രം എന്നൊക്കെ പറയും. അവിടെ എന്നാൽ പ്രതിഷ്ഠ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പരബ്രഹ്മത്തിന് പ്രതിഷ്ഠ ഉണ്ടാവാനും പറ്റില്ല. പരബ്രഹ്മത്തെ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. പരബ്രഹ്മത്തിനൊരു പ്രതിഷ്ഠ ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് പരബ്രഹ്മം അല്ലാതെയാകും. ഇതാണ് ബ്രഹ്മസങ്കല്പം. അപ്പോൾ ബ്രഹ്മത്തിൽ എത്തിച്ചേരുക. എങ്ങനെയാണ് ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നത്? ബ്രഹ്മം എന്താണെന്ന് അന്വേഷിക്കുക, ബ്രഹ്മജ്ഞാനം ലഭിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ബ്രഹ്മത്തിൽ എത്തിച്ചേരും. ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നു എന്ന് അറിയുന്നത് എങ്ങനെയാണ്? സ്വയം ബ്രഹ്മമായി മാറിക്കൊണ്ടാണ്. ഇതറിയാൻ പറ്റില്ല പ്രത്യേകം. രാമകൃഷ്ണ പരമഹംസനാണ് ലളിതമായിട്ട് ഇതൊക്കെ ഈ ശങ്കരൻ്റെ തിയറി പ്രപഞ്ചത്തിൻ്റെ മൊത്തം തിയറിയാണ്. ദ ഹോൾ എക്സിസ്റ്റൻസ് ആൻഡ് എക്സ്റ്റിങ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ്. ഈ ഒരു തിയറിയാണ് ശങ്കരൻ അവതരിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചം ഇങ്ങനെ എന്തുകൊണ്ട്, ഞാൻ എന്തുകൊണ്ട്, ആരാണ് ഞാൻ, കോഹം, കോ ബ്രഹ്മം, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് ശങ്കരൻ നൽകുന്നത്. നിസ്സാര കാര്യമല്ല. അപ്പോൾ അത് ലളിതമായിട്ട് രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഉപ്പ് കൊണ്ടുള്ളൊരു പാവ കടലിൻ്റെ ആഴം നോക്കാനായിട്ട് കടലിൽ ഇറങ്ങുന്നു എന്ന് വയ്ക്കുക. കുറേ താന്ന് അലിഞ്ഞില്ലാണ്ടാവും, കടലായിട്ട് മാറും. ഉപ്പ് പാവ കടലായിട്ട് മാറും. ഇതുപോലെ ബ്രഹ്മം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞ് ബ്രഹ്മമായിട്ട് മാറും. അപ്പോഴാണ് എനിക്ക് ശങ്കരൻ്റെ സിദ്ധാന്തത്തിൽ കിടന്ന് കറങ്ങിയാൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. ഞാനിപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ബ്രഹ്മസൂത്രം PDF ഇൻ്റർനെറ്റിലുണ്ട്, എടുത്തിട്ട് ബ്രഹ്മസൂത്രം അങ്ങ് തുടങ്ങും. ബ്രഹ്മസൂത്രം സുനിൽ നോക്ക്. ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് തന്നെ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ബ്രഹ്മം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയിലേക്ക് കടക്കാം. അഥാതോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനർത്ഥം എന്താ? അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. ഈ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ട് SSLCയും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞിട്ടില്ലേ PhD എടുക്കാൻ പറ്റുള്ളൂ. ബ്രഹ്മസൂത്രം PhD തീസിസാണ്. നമ്മൾ 10ാം ക്ലാസ് പോലും പാസ്സാകാതെ ആദ്യമേ ബ്രഹ്മസൂത്രം അങ്ങോട്ട് എടുക്കും. എന്നിട്ട് ശരിയല്ലേ ഇതൊന്നും, ശങ്കരൻ ആൾ ശരിയല്ല, യു ഡോണ്ട് ഹാവ് ഈവൻ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇതിനു വേണ്ടിയിട്ട് ശങ്കരൻ ഒരു കൃതി, തത്വബോധം എന്ന കൃതിയുണ്ട് ശങ്കരൻ്റെ. അതിലാണ് വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും. വാസുദേവ യോഗി എന്ന് പറയുന്നത് ശങ്കരൻ്റെ ഗുരുവാണ്. മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോ അഭിധീയതേ. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക്, ബ്രഹ്മം ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ തത്വബോധം പറയുന്നു. അപ്പോൾ ആദ്യം വായിക്കേണ്ട കൃതി ഏതാ? തത്വബോധമാണ്. അതാണ് LKG. ഇത് വായിക്കാതെ നേരെ ബ്രഹ്മസൂത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ നോട്ട് റീച്ച് എനിത്തിങ്. പിന്നെയുള്ള ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് നാരായണ ഗുരു, രാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദൻ, ഇവരെല്ലാം ആനുഷംഗികമായിട്ട് രാമകൃഷ്ണ പരമഹംസൻ്റെ സാമർഥ്യം ഉദാഹരണങ്ങളും കഥകളും. ഇത് വെച്ചിട്ട് രാമകൃഷ്ണ പരമഹംസൻ ഈ മൊത്തം ഫിലോസഫി നിങ്ങൾക്ക് വിശദീകരിച്ച് തരും, വെറും ഉദാഹരണങ്ങളും കഥകളും കൊണ്ട്. രാമകൃഷ്ണ പരമഹംസൻ അദ്വൈതം പഠിച്ചത് തോത്താപുരിയിൽ നിന്നാണ്. രാമകൃഷ്ണ പരമഹംസൻ തന്നെത്താനെ കിട്ടിയ അറിവല്ല അദ്വൈതം. തോതാപുരിയെ വരുത്തിയിട്ട് ഇത് അറിയാനായിട്ട് പരിശ്രമിച്ച് അങ്ങനെ മനസ്സിലാക്കിയാണ്. പക്ഷേ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് തീർത്തും ലളിതമായ കഥകളിലൂടെയാണ്. രാമകൃഷ്ണ പരമഹംസൻ്റെ പ്രത്യേകത അതാണ്. അപ്പം ഇവരെല്ലാം ചേർന്നതാണ് നമ്മുടെ പൈതൃകം. ഇതിന് അസ്ഥിവാരമിട്ട, അടിത്തറയിട്ട ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം ശങ്കരനാണ്. പക്ഷെ ആധ്യാത്മികത അടിത്തറ, ആധ്യാത്മികമായ അടിത്തറ, ഭൗതികമായ രാഷ്ട്രത്തിന് അടിത്തറ, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് അടിത്തറ. എത്ര ആക്രമണങ്ങളും എന്തെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും പിന്നെയും അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഊർജം, ഇതെല്ലാം ഇതിന് ബീജാമാപം ചെയ്തത് ആദിശങ്കരനാണ്. പക്ഷേ ടിജി, ഈ മലയാളിക്ക് നമ്മുടെ മഹാനായ ശങ്കരനെ വേണ്ടവണ്ണം അറിയില്ല. എന്തിന് കാലടിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഭൂമിയിലേക്ക് നമ്മളാരും പോകുന്ന പോലുമില്ല. ഭൂരിപക്ഷം ആളുകൾ നമ്മൾ ഓർമ്മിക്കുന്നില്ല. എന്തിന് കാലടിയിൽ അദ്ദേഹത്തിൻ്റെ പേരിലൊരു കോളേജുണ്ട്, അവിടെ ഒരു ശങ്കരൻ്റെ പ്രതിമ പോലുമില്ല. ശങ്കരനെ കുറിച്ച് പറയുമ്പോൾ ശങ്കരൻ എന്തോ ജാതി വ്യവസ്ഥയോ സവർണ മേധാവിത്വമോ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണെന്നുള്ള നറേറ്റീവ്. ഫൂളിഷ്. ശങ്കരൻ ജാതിഭ്രഷ്ടനാക്കപ്പെട്ടവനാണ്.
അത് ഈ കിഴങ്ങന്മാർക്ക് അറിഞ്ഞുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്പൂതിരി എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ദഹിപ്പിക്കാൻ പോലും അനുവാദം കിട്ടിയില്ല. അനുവാദമല്ല, ആരും കൂടിയില്ല. ശങ്കരനെ പുറത്താക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ ചട്ടം അനുസരിച്ച് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 3 സ്റ്റെപ്പിലൂടെ വേണം സന്യാസത്തിലെത്താൻ. ശങ്കരൻ ഈ സ്റ്റെപ്പൊന്നും നോക്കിയില്ല. ബ്രഹ്മചര്യത്തിൽ നേരെ സന്യാസത്തിലേക്ക്. ഗാർഹസ്ഥ്യവും ഇല്ല, വാനപ്രസ്ഥവും ഇല്ല. ചട്ടം തെറ്റിച്ചു. ശങ്കരനെ ഭ്രഷ്ടനാക്കി, നമ്പൂതിരി അല്ലാതെയാക്കി. പോയി പണി നോക്കടാന്ന് ശങ്കരൻ പറഞ്ഞു. ഒടുവിൽ ശങ്കരൻ തിരിച്ചു വരുന്ന അമ്മ മരിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവരാരും കൂടിയില്ല. അസാമാന്യം മഴയും. ശങ്കരൻ വാഴ വെട്ടി വാഴത്തട കൊണ്ട് അത് കൂട്ടിക്കെട്ടി അത് വെള്ളത്തിൽ പൊങ്ങിയ കിടക്കും. അതിന് പുറത്ത് ചിതയൊരുക്കി അമ്മയെ ദഹിപ്പിച്ചു സ്വയം. ആ മനുഷ്യൻ ആ ജാതി വ്യവസ്ഥ തേങ്ങാക്കൊല്ല ഇതൊന്നുമല്ല. ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിൽ അപശൂദ്രാധികരണം എന്ന് പറഞ്ഞിട്ട് ശൂദ്രന്മാർക്ക് വേദം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്ററിനുണ്ട്. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയ ആളാണ് ശങ്കരൻ. ബ്രഹ്മസൂത്രം എഴുതിയ ആളല്ല. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതി. ഈ ഭാഷ്യം എഴുതിയ ആൾ അതിനകത്ത് എഴുതി വെച്ചത് ഭാഷ്യത്തിൽ വരും. അത് ശങ്കരൻ ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണ്? അതിനുശേഷം ബോൾഡായിട്ട് ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം നടത്തിയിട്ട് ശങ്കരൻ്റെ വ്യാഖ്യാനം ശരിയല്ല എന്ന് സ്ഥാപിച്ചു ചട്ടമ്പി സ്വാമികൾ. ശങ്കരനെ വെല്ലുവിളിക്കാനൊന്നും ചട്ടമ്പി സ്വാമി പോയില്ല. ശങ്കരനോട് അസാമാന്യം അദ്വൈതത്തോട് ചേർന്ന് തന്നെ നിന്നിട്ടാണ് ആ പോർഷൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയായിരിക്കണം എന്ന് ചട്ടമ്പി സ്വാമി സ്ഥാപിച്ചു. ചട്ടമ്പി സ്വാമി ചെയ്ത വലിയൊരു സേവനമാണത്, വലിയൊരു സേവനമാണ്. ശങ്കരൻ സത്യസന്ധനായിരുന്നു. അതിലെന്തെഴുതിയോ അത് വ്യാഖ്യാനിച്ചു. ഇന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ശങ്കരനോട് ഇത്ര നീരസം? ഹിന്ദുത്വത്തോടുള്ള നീരസം, ഈ ഭാരതത്തിൻ്റെ അടിത്തറയിട്ട ആളിനോടുള്ള നീരസം. ഭാരതം തകർന്ന് കാണുന്നവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? ഭാരതം ഇതുപോലെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഇളകാൻ പറ്റാത്ത ഒരു അടിത്തറ, ഇളക്കാൻ പറ്റാത്ത അടിത്തറ, തകർക്കാൻ പറ്റാത്ത അടിത്തറ സൃഷ്ടിച്ചത് ആരാണോ അവനായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് ശങ്കരൻ ഇവർക്ക് ശത്രുവായി, വേറെ ഒന്നുമില്ല. ഇവർക്കിപ്പോഴും ഭാരതം ഖണ്ഡങ്ങളായിട്ട് തെറിച്ചു പോകണമെന്നാണല്ലോ അവരെഴുതി കൊടുത്തതാണല്ലോ ബ്രിട്ടീഷുകാർക്ക്. ദെയർഫോർ ദെയർ എനിമി നമ്പർ 1 വിൽ ബി ശങ്കർ. ശങ്കരനാണ് അവരുടെ ശത്രു, അല്ലെങ്കിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത് എന്തുകൊണ്ട് ഇവർ ശങ്കരനെ എതിർക്കുന്നില്ല എന്ന്. ഏതായാലും ശങ്കര ജയന്തിയിൽ ശങ്കരനെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഈ എൻ്റെ ആഗ്രഹം ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തമൊക്കെ മനസ്സിലാക്കാനോ സ്വാംശീകരിക്കാനോ ആ ജ്ഞാനമാർഗത്തിൽ പോകാനോ ഒന്നും പ്രാപ്തിയില്ലാത്ത സാധാരണ മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ നാഷണൽ ശങ്കരനെ, ഭാരതീയനായ ശങ്കരനെ, ലൗകികന്മാരെന്ത് ചെയ്യണം എന്ന് കാണിച്ചു തന്ന ശങ്കരനെ, ആ ശങ്കരനെ എങ്കിലും പിന്തുടരുക. മറ്റത് ജ്ഞാനമാർഗമാണ്, സന്യാസികൾക്കൊക്കെ സാധിക്കുന്ന വലിയ കാര്യങ്ങളാണ്, നമ്മളെക്കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. ബട്ട് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് അടിത്തറയിട്ട ശങ്കരൻ്റെ കാലടിപ്പാടുകൾ പിന്തുടരും എന്നതാണ് എൻ്റെ അപേക്ഷ. ഈ അപേക്ഷ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കാം. ശങ്കരൻ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ വെളിച്ചമാണ്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.